അഡ്വക്കേറ്റ് അരുൺകുമാർ, താങ്കളുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ DGP റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ഇതിപ്പോ പുതിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ 2 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു 3 തരത്തിൽ ഈ റിപ്പോർട്ടിനെ, അതായത് ഇവിടെ കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിന്റെ മേൽ 3 തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിൽ 3ാമത്തെ കാര്യം, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തിയ കാര്യം വിത്തിൻ അവേഴ്സിനുള്ളിൽ, അതായത് 1 ദിവസമായുള്ളൂ, അതിനുള്ളിൽ തന്നെ അവർ തീരുമാനമെടുത്ത്, ആ തീരുമാനം എന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ADGPയുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്താൻ കാരണം, അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു. തുടർ നടപടി എടുക്കും എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 8 കൊല്ലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന തൃശൂർ പൂരം അടക്കമുള്ള വിഷയങ്ങൾ, അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ, ഇതിലൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പോലീസ് അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട്, അതിന്റെ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ RSS നേതാക്കളെ ADGP കണ്ടു എന്ന് ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ട്, RSS നേതാക്കൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിന്മേൽ ഇനി എന്ത് അന്വേഷണമാണ്? അതിലൊരു രാഷ്ട്രീയ നിലപാട് പറയാൻ ഇനിയും കാത്തിരിക്കണം. എൻ്റെ നിലപാട് എന്ന വേറൊരു ശബ്ദത്തിലാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത് നിലപാടാണ്? RSS ADGP കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ നിലപാടുണ്ടോ? ഇനി രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഒരു നിലപാട് പറയുകയാണെങ്കിൽ അത് സാങ്കേതിക നിലപാട് മാത്രമാണ്, നിയമപരമായ നിലപാട് മാത്രമാണ്. ബഹുമാനപ്പെട്ട സ്മൃതി, ഞാനിപ്പോൾ 1 മിനിറ്റ് പറഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടു. നമ്മുടെ ഈ ചർച്ചയുടെ ആ ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കിയേ. CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി, ലീഗ് പ്രതിനിധി, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, ഏത് സമയത്തും ഇടതുപക്ഷ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, അതായത് ഒരു CPM പ്രതിനിധിയെ നേരിടാൻ വലതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ 3 പേർ അപ്പുറത്ത്, പിന്നെ ആങ്കറും. 1 മിനിറ്റ് ഞാൻ സംസാരിക്കുമ്പോഴേക്കും ആങ്കർ ഇടപെടുകയാണ്. ഈ ചർച്ചയിൽ ആകെ 4.5 മിനിറ്റ് എനിക്ക് ആദ്യം അനുവദിച്ചു. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് 4.5 മിനിറ്റ്. പിന്നെ സംസാരിച്ച 23 മിനിറ്റും ഇടതുപക്ഷ വിരുദ്ധത സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ UDF നിന്ന് തന്നെ 2 പേരെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. ഒരു കോൺഗ്രസ്, ഒരു ലീഗ്, ഒരു വലതുപക്ഷ നിരീക്ഷകൻ. ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് 2020 സമയത്ത് രൂപപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പ് രൂപപ്പെട്ട 1.5 വർഷം പ്രവർത്തിച്ച അതേ സഖ്യം ഇപ്പോഴടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് രൂപപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഏത് തരത്തിൽ ആശങ്കകൾ ഉന്നയിച്ചാലും, ഏത് തരത്തിൽ ചാനൽ ചർച്ചകൾ നടത്തി മണിക്കൂറുകൾ അതിൽ ഡിബേറ്റ് നടത്തിയാലും ഗവൺമെന്റിന് നിയമപരമായിട്ടേ പ്രവർത്തിക്കാൻ കഴിയൂ. ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ്. അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ പ്രലോഭനം ഉണ്ടാക്കുകയോ വെല്ലുവിളിക്കുകയോ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ മന്ത്രിസഭയെ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്താൽ അത് പിടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ച് നിലപാടെടുക്കുന്ന ഒരു നിലപാടല്ല ഗവൺമെന്റിൻ്റെത്. ഗവൺമെന്റ് അത്തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. ഒരാളെ പോലും സംരക്ഷിക്കേണ്ട സാഹചര്യം ഈ ഗവൺമെന്റിനില്ല. ഇത് എത്ര തവണ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ പറഞ്ഞു, കഴിഞ്ഞ 68 ദിവസമായി നയാ പൈസ ഈ കേരളത്തിന് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൊടുക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ ഒരു ചാനലും 1 മിനിറ്റ് പോലും ആ ന്യൂസ് അവറിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. CPM പ്രവർത്തകരെയാണ് ഞങ്ങളത് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ 7 മണിക്ക് ചർച്ച ചെയ്തു. അപ്പോൾ താങ്കൾ പറയുന്ന വാദം ശരിയല്ല. ഇനി ഞാൻ ഇത്രയും അതിഥികളെ ഈ വിഷയത്തിൽ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയാം. PV അൻവർ ആണ് നമ്മുടെ വിഷയം. PV അൻവർ നടത്തിയ പ്രതികരണങ്ങളോട് ലീഗ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രതികരണമുണ്ട്. ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ, എല്ലാവർക്കും ശബ്ദമുണ്ട്, എല്ലാ ശബ്ദങ്ങളും കേൾക്കട്ടെ. തങ്ങൾക്ക് അനുകൂലമായ ശബ്ദം മാത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ PR ഏജൻസി വിവാദത്തിൽ ഞങ്ങളിതാ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, അവിടെ സ്റ്റോപ്പ് ഇട്ടോളണമെന്ന് താങ്കൾക്ക് എങ്ങനെ, നിങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റും? എതിർ ശബ്ദങ്ങളും കൂടി ഒന്ന് കേൾക്കൂ, കുറച്ച് സഹിഷ്ണുത കാണിക്കൂ. താങ്കൾക്ക് സമയം തരാത്തൊരു പ്രശ്നം വരുന്നില്ല, താങ്കൾക്ക് പറയാം. ഒറ്റ മിനിറ്റ്. താങ്കൾ പറഞ്ഞ വാദം പച്ചക്കള്ളമാണ്. ഞാൻ പറഞ്ഞ വാക്കിനും വാചകത്തിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ചാനൽ പോലും ഇന്നലെ പ്രൈം ന്യൂസ് അവറുകൾ കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞ ആ വിധിന്യായം അല്ലെങ്കിൽ ഇൻട്രീം ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നതാണ്.
7 മണിക്കും 8 മണിക്കുമാണ് പ്രൈം ന്യൂസ് അവർ. ഒറ്റ ചാനലും ചർച്ച ചെയ്തില്ല. നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു. ഇന്ന് ചർച്ച ചെയ്തത് അതിന് മറ്റു പല സാഹചര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. കാരണം ഈ കേരളത്തിന് 5 പൈസ തരാത്തത് തമിഴ്നാടിന് തൊട്ടടുത്ത് ത്രിപുരയ്ക്ക് കൊടുത്തു, ആന്ധ്രയ്ക്ക് കൊടുത്തു, തെലങ്കാനയ്ക്ക് കൊടുത്തു, ബീഹാറിന് കൊടുത്തു, മണിപ്പൂരിന് കൊടുത്തു, നാഗാലാൻഡിന് കൊടുത്തു. ഇതെല്ലാം കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഇതിലും തുച്ഛമായി വളരെ ചെറിയ പ്രകൃതി ദുരന്തമുണ്ടായ, വളരെ കുറച്ച് നാശനഷ്ടമുണ്ടായ, വളരെ കുറച്ച് ആളുകൾ മരണപ്പെട്ട സംസ്ഥാനങ്ങൾക്കാണ് കൊടുത്തത്. ഈ കേരളത്തിന് കൊടുത്തത് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞത് കൃത്യം തന്നെയാണ്. അതുപോലെ തന്നെ കണ്ടെത്തുന്ന സാഹചര്യം കെ സരൺകുമാർ തന്നെ അതിലെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചർച്ചയിൽ എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി നിങ്ങൾ തള്ളിക്കളയുന്നില്ല. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാറ്. പല ഘട്ടങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ആ ചർച്ചയിൽ ഉരുത്തിരിയുമ്പോൾ ആ വാചകങ്ങൾ അതേപടി എടുത്തുകൊണ്ട് ഇന്നലെ അതാ നിങ്ങൾ 9 മണിക്ക് ചർച്ച ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് 7 മണി തൊട്ട് 8 മണി വരെ അത് തന്നെയായിരുന്നു ചർച്ച. ഇനിയുള്ള സമയം താങ്കളുടേതാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ ADGP വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാം. ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ നടപടിയെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയ നിലപാട് പറയാത്തതിനെ കുറിച്ചാണ്. അരുൺ, മനസ്സിലാവാഞ്ഞിട്ടല്ലോ. ഞങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ 10 ഇടതുപക്ഷ വിരുദ്ധരെ ഇരുത്തി ചർച്ച ചെയ്താലും ആ ചർച്ച കേട്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുകയായിരുന്നെങ്കിൽ 2ാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമായിരുന്നോ? 2020 ഒക്ടോബർ മാസം മുതൽ 2021 മെയ് മാസം വരെ ഈ കേരളത്തിലെ ഓരോ ചാനലുകളും ചർച്ച നടത്തിയ, ഓരോ പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതിയ, നിങ്ങൾ ഓരോരുത്തരും ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ഓരോ വാർത്തയും എടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഒരു 10 സീറ്റ് തികച്ചു കിട്ടുമായിരുന്നോ ഈ കേരളത്തിൽ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും എതിർപ്പിന്റെ ശബ്ദത്തെ അവഗണിക്കുന്ന രീതിയില്ല, ഒരസഹിഷ്ണുതയില്ല. ഇതെല്ലാം നിങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. ഇടതുപക്ഷത്തെ തകർക്കണം, അതിന് CPM-നെ തകർക്കണം, CPM-ന്റെ നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്രമിക്കണം, കുടുംബപരമായി ആക്രമിക്കണം. അതിനുവേണ്ടി അജണ്ട വച്ചുകൊണ്ട് ഓരോരുത്തരും മത്സരിച്ച് ഒരേപോലുള്ള വാർത്തകൾ ഒരേപോലെ പ്രക്ഷേപണം ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേരെ വേണമെങ്കിലും അപമാനിച്ചത്, വ്യക്തിപരമായി ആക്രമിച്ചത്, അരുൺ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോലെ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കോപ്പി പേസ്റ്റ് എന്ന പോലെ നേതാക്കൾ ഒരുമിച്ച് സ്ഥിരമായിട്ട് ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഉരുവിടുന്ന വാചകങ്ങളാണ്. അത് ദയവായി നിർത്തിയിട്ട് ചോദ്യത്തിന് ഉത്തരം പറയൂ. രാഷ്ട്രീയ നിലപാട് എന്താണ് ADGP RSS കൂടിക്കാഴ്ചയിൽ? ഇനി പറഞ്ഞൂടെ, റിപ്പോർട്ട് കൊടുത്തില്ലേ? പറയൂ. അല്ല, ഈ നിലപാട്, രാഷ്ട്രീയ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര ദിവസം മുമ്പ് പറഞ്ഞു? പോലീസ് ലീഡർഷിപ്പിനെ അല്ലെങ്കിൽ പോലീസുകാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കോ ഗവൺമെന്റിന്റെ കാര്യത്തിനോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സമുദായ പ്രസ്ഥാനങ്ങളോ മറ്റ് സംഘടനകളായോ ചർച്ച ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്, വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആരെയാണ് സംരക്ഷിക്കേണ്ടത്? ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ വലിയ സഖ്യമെന്ന്. ഈ തൃശൂർ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴും 86,695 വോട്ട് നഷ്ടപ്പെട്ടത് ഇടതുപക്ഷത്തിൻ്റെതല്ല. ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരിക്കുന്ന ആൾ വീണ്ടും ആവർത്തിക്കുകയാണ്, മത തീവ്രവാദിയാക്കി, ഇസ്ലാം തീവ്രവാദിയാക്കി അൻവറിനെ മാറ്റിയെന്ന്. CPM എവിടെയാണ് മത തീവ്രവാദിയാക്കി, ഇസ്ലാം തീവ്രവാദിയാക്കി അൻവറിനെ മാറ്റിയത്? 5 നേരം നിസ്കരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാർട്ടി വിടുന്നതെന്ന് പത്രസമ്മേളനം നടത്തി. അല്ല, ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ വന്ന് പറയുകയാണ് മത തീവ്രവാദിയാക്കി, ഇസ്ലാം തീവ്രവാദിയാക്കി അൻവറിനെ മാറ്റിയെന്ന്. ഏത് നേതാക്കന്മാരാണ് അങ്ങനെ പറഞ്ഞത്? 5 നേരം നിസ്കരിക്കാൻ എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് പോകേണ്ട സാഹചര്യമെന്ന് അൻവറല്ലേ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? അങ്ങനെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്തു നുണയും വ്യാജവാർത്തയും പറയും. അത് ചാനൽ ചർച്ചകളിൽ വന്ന് അങ്ങ് ആവർത്തിക്കാൻ ചില ആളുകളെ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് അങ്ങ് ആക്രമിക്കും. എന്നിട്ട് പറയും എല്ലാം ക്ലിയർ ആണെന്ന്. നിങ്ങൾ ആക്രമിച്ചോളൂ, നിങ്ങൾ നുണപ്രചരണം നടത്തിക്കോളൂ, ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. ചർച്ചയുടെ തുടക്കത്തിൽ കൊടുത്ത 2 ബൈറ്റുകൾ MV ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയുമാണ്. ആ 2 ബൈറ്റുകളിലും പറയുന്ന കാര്യങ്ങൾ താങ്കളും കേട്ടതല്ലേ? അതെ, ആ ബൈറ്റ് ഇപ്പൊ നിങ്ങൾ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഇന്നലെയും മിനിങ്ങാന്നുമായി ജനങ്ങൾ കണ്ടതാണ്, ജനങ്ങൾ കേട്ടതാണ്, ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി രാഷ്ട്രീയ നിലപാട് അവതരിപ്പിച്ചതാണ്. ഇവിടെ ഉയർന്നു വരുന്ന ഏതെങ്കിലും വിഷയം ശരിവെക്കുന്ന, സാധൂകരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ 8 കൊല്ലമായിട്ടുണ്ടോ? എത്രയോ അന്വേഷണങ്ങൾ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, CBI, NIA, ED, ഒന്ന് വിഷയത്തിലേക്ക് ദയവായി അങ്ങ് വരണം. താങ്കൾ തന്നെയാണ് മറുപടി പറയേണ്ടത്. താങ്കൾക്കാണ് സമയം. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, നോക്കൂ, നിങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന വാദം ശക്തമായി ഉയർത്തിയിട്ടാണല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നിങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന വാദം ഉയർത്തിയിട്ടാണ്. നിങ്ങൾ ശരിയാണ്, കേന്ദ്രത്തിന്റെ നിയമങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ സമരം മുഖത്തേക്ക് ഇറങ്ങാനും ആളുകളെ സംഘടിപ്പിക്കാനും സംഘടനകളെ ആകർഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ പിന്തുണച്ച കാന്തപുരം വിഭാഗത്തിന്റെ മുഖമാസിക റിസാലയിൽ ഇന്ന് വന്ന ലേഖനം താങ്കൾ വായിച്ചോ? നിങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. പിണറായി വിജയൻ ആരുടെ PR ഏജന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സമുദായ സംഘടനയുടെ ലേഖനം നോക്കി പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ. ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ CPM-ന്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. CPM-ന്റെ ഭരണഘടനയും പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ പരിപാടിയിൽ കൃത്യമായി ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വളരെയായി വിശദീകരിച്ചിട്ടുണ്ട്. അത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഈ പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്. ഏത് ദുർബലമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടനയും പരിപാടിയും നടപ്പാക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷ പീഡനമാണെന്നോ ന്യൂനപക്ഷ വിരോധമാണെന്നോ ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗത്തിന് പിന്തുണ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ആ പിന്തുണ നിങ്ങൾ സ്വീകരിച്ചു. കാന്തപുരം വിഭാഗം എല്ലാ കാലത്തും ഇടത് സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മറിച്ച് സംശയം ഉയരുന്നത്? ആ വിഷയം നിങ്ങൾ അഡ്രസ് ചെയ്യാത്ത എന്താണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? അവരോടാണ് ചോദിക്കുക. ഞങ്ങളുടെ പരിപാടിയുടെ പ്രയോഗവൽക്കരണമായി മുന്നോട്ട് പോകുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പരിപാടി എന്നുള്ള പാർട്ടി പരിപാടി സമയം കിട്ടുമ്പോൾ വെബ്സൈറ്റിലെങ്കിലും ഒന്ന് അടിച്ചു നോക്ക്, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. CPM-ന്റെ പാർട്ടി പരിപാടി ഇന്ന് തന്നെ ഞാൻ താങ്കൾക്ക് അയച്ചു തന്നിരിക്കും. സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. എന്താണെന്ന് പരിപാടി എന്ന് ഇതുവരെ അറിയാത്തതും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഈ സംശയം ഉണ്ടാകുന്നത്. അതൊന്ന് പരിഹരിക്കാനോ ശ്രമിക്കുക. ഇനിയും ഈ ചാനൽ ചർച്ചയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതല്ലേ? എന്താണ് CPM-ന്റെ പരിപാടി എന്താണെന്ന് ചോദിക്കാൻ ഇത്രയും നാളെ മാധ്യമ രംഗത്ത് നിൽക്കുന്ന ആള് CPM-ന്റെ പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പരിപാടിയുടെ ബാലപാഠം പോലും താങ്കൾക്ക് അറിയില്ലെന്നല്ലേ താങ്കൾ തന്നെ പറയുന്നത്. ന്യൂനപക്ഷ സംരക്ഷകർ എന്ന വാദം നിങ്ങൾ ഉയർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു. ഇപ്പോൾ നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നു. നിങ്ങളെ പിന്തുണച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നു, അവിശ്വാസം വരുന്നു. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതിലെന്താണ് നിങ്ങൾക്ക് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പുച്ഛിച്ചിട്ട് കാര്യമില്ല. അരുൺ, മറുപടി പറഞ്ഞാൽ മതി. അല്ല, 2019 140-ൽ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിൽ പോയിരുന്നു. ഇപ്പോൾ കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതൽ അന്നുണ്ടായിരുന്നു. ആ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിൽ പോയപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചല്ലോ ഇതേ ചോദ്യം തന്നെ. ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് ചോദിച്ചു. ആ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ പുറകിൽ പോയ ഞങ്ങളാണ് 99 സീറ്റ് കിട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് തിരിച്ചു വന്നത്. ഇവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പല സംഘടനകളും പിന്തുണ നൽകിയിട്ടുണ്ട്. പലരും ഞങ്ങളോട് യോജിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടത്തിലും അവർ എതിർപ്പിന്റെ ശബ്ദവും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വർഗീയതയെ പീഡിപ്പിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷ വർഗീയതയെയും കൃത്യമായിട്ട് എതിർക്കുന്ന മതരാഷ്ട്രവാദികളെ പച്ചക്ക് എതിർക്കുന്ന ഏറ്റവും ശരിയായ നിലപാടാണ് അന്നും ഇന്നും ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഒരേ തട്ടിൽ രണ്ട് തരം വർഗീയതകളെയും ഇപ്പോൾ അളക്കാനുള്ള സമയം തന്നെയാണ്, ശരിയായ സമയം. ശരി, അതാണ് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.